നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. പച്ചരി വെള്ളത്തിൽ കുതിർക്കാതെയും അരയ്ക്കാതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 4 ശർക്കര എടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് ഉരുക്കി വയ്ക്കാം. പിന്നീട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുഞ്ഞൻ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദയും. കൂടുതൽ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനിയില്ലേ, അതൊന്ന് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത്തിരിയായി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത്തിരി കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ഒഴിക്കണേ. അങ്ങനെ നല്ലതുപോലെ മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ജാറിലിട്ട് ഒരു കറക്ക് കേട്ടോ. ഇത്തിരി ഒന്ന് കറക്കിയെടുക്കാം. അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഏലക്ക ഒന്ന് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നാളികേരം എണ്ണയിലൊന്ന് വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞൻ കഷ്ണം നാളികേരം ആക്കിയെടുത്ത് നെയ്യിലോ എണ്ണയിലോ ഒക്കെ വാട്ടി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് എടുത്ത് വെക്കാം. പിന്നീട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ പൊന്തി വരും, സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.